ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. +2 കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്ററുകൾ കട്ട് ഷോർട്ട് ചെയ്ത ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇനോർഗാനിക്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. സോ അതിൽ നമുക്ക് കോളറേഷ്യസ് ലോയിനെ കുറിച്ചുള്ള ചോദ്യം നാളത്തെ മോഡൽ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷയ്ക്കോ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കോളറേഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്, സ്റ്റേറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതായത് കോളറേഷ്യസ് ലോയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ താഴെ സ്ക്രീനിൽ കാണാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റിയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റിയോൺ. അതായത് ആനിയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം. അതായത് NaCl എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ഉം അതുപോലെ Cl- ആയിട്ട് മാറുന്നു. ഇതെല്ലാവർക്കും അറിയാലോ, NaCl സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ Cl- ആവുന്നു. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കറിയാം Na+ എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റയോൺ ആണ് അല്ലേ. ഓക്കെ, കാറ്റയോൺ ആണ്. Cl- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആനിയോൺ ആണ്, കാരണം നെഗറ്റീവ് ചാർജ് ആണ്, ആനിയോൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഈ സാധനം സ്പ്ലിറ്റ് ചെയ്തിട്ട് കാറ്റയോണും ആനിയോണും ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl കണ്ടുപിടിക്കണമെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനിയോൺ. ഓക്കെ, ആനിയോൺ ഇവിടെ ഏതാണ് മക്കളെ, ആനിയോൺ എന്ന് പറയുന്നത് Cl- അല്ലേ, Cl- പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ Na+. മനസ്സിലായ മക്കളെ? അതായത് ഈ പറഞ്ഞ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അതാണ് നമ്മുടെ കോളറേഷ്യസ് ലോയിൽ പറയുന്നത്. ഒന്നുകൂടി സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ, ആനിയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനുകളുടെ സമ്മിനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ എവരി വൺ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. കോളറേഷ്യസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് പക്കായിട്ട് പഠിച്ചിട്ട് പോകണം. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനും കൂടി നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എനി ഇലക്ട്രോലൈറ്റ്. ഏത് ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോളറേഷ്യസ് ലോ ആപ്ലിക്കബിൾ ആണ്. റെഡി. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷനാണ് മക്കളെ. ഏറ്റവും കൂടുതൽ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ഈ കാൽക്കുലേഷൻ കാണും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും പഠിക്കാനായിട്ട് പറ്റും. റെഡി. ഇനി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. λm4 NaCl HCl ആൻഡ് NaAcR 126.4 425.9 ആൻഡ് 91 Siemens cm² mole raised to -1 റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് λm4 HACയുടെ ലാംഡ വാല്യൂ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് കോളറേഷ്യസ് ലോ ആണ് കേട്ടോ. കോളറേഷ്യസ് ലോ ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആൻസർ ഷീറ്റിലേക്ക് ഈ പറഞ്ഞ ഡാറ്റാസൊക്കെ ആദ്യമേ എടുത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. അപ്പോൾ NaClൻ്റെ ലാംഡ വാല്യൂ നൽകിയിട്ടുണ്ട് എത്ര, 126.4. അതുപോലെ ലാംഡ ഓഫ് HCl നൽകിയിട്ടുണ്ട് എത്രയാണ്, 425.9. അതുപോലെ ലാംഡ ഓഫ് NaAc നൽകിയിട്ടുണ്ട്, അത് എത്രയാണ് മക്കളെ നൽകിയിരിക്കുന്നത്, 91 എന്നാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ദ ലാംഡ എം വാല്യൂ ഓഫ് HAC കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ലാംഡ ഓഫ് HAC. ഓക്കെ, HACയുടെ ലാംഡ വാല്യൂ വേണ്ടത്. HAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം എച്ചും ഉണ്ട് അതുപോലെ AC ഉണ്ട് അല്ലേ, എച്ചും ഉണ്ട് AC ഉണ്ട്. അപ്പോൾ എച്ചിൻ്റെയും ACയുടെയും നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ലാംഡ ഓഫ് H പ്ലസ് ലാംഡ ഓഫ് AC ആയിരുന്നു ചെയ്യേണ്ടത്, ശരിയല്ലേ? പക്ഷെ ഇവിടെ എച്ചിൻ്റെയോ ACയുടെയോ ലാംഡ വാല്യൂ ഡയറക്റ്റ്ലി നൽകിയിട്ടില്ല. നമുക്കിവിടെ ഈ പറഞ്ഞ 3 സാധനങ്ങളുടെ ലാംഡ വാല്യൂ മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, H എവിടെയാണ് വരുന്നത് നോക്കുക.
അപ്പോൾ എച്ച് എവിടെയാണ് വരുന്നത്? നിങ്ങൾ ഈ 3 ഇക്വേഷനിൽ നോക്കിയേ, 3 ലാംഡ വാല്യൂവിൽ നോക്കിയേ, എവിടെ എച്ച് വരുന്നത്? രണ്ടാമത്തെ ഇക്വേഷനിലല്ലേ? ഓക്കെ, അതായത് HClലാണ് എച്ച് വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതുന്നു, ഇതിൻ്റെ സമ്മ് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇതിൻ്റെ സമ്മ് ഞാൻ എഴുതുമ്പോൾ ലാംഡ ഓഫ് HCl. ബിക്കോസ് എന്തുകൊണ്ട് HCl എഴുതിയത്? ഇവിടെ എച്ച് നമുക്ക് ഡയറക്റ്റ്ലി നൽകിയിട്ടില്ല, ഇവിടെ ആകെ ഏത് രൂപത്തിലാണ് നൽകിയിരിക്കണേ? HCl എന്ന് പറഞ്ഞ രൂപത്തിലല്ലേ. അപ്പോൾ HClൻ്റെ ലാംഡ വാല്യൂ എഴുതി. പ്ലസ് ഇനി എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇനി പ്ലസ് എന്തിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം? ACl നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ACl ആണ്. അപ്പോൾ ഇനി 3 ലാംഡ വാല്യൂ നോക്കിയേ, AC എവിടെ വരുന്നത് നോക്കിയേ? ഫസ്റ്റിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ? യെസ്, തേർഡിലാണ് വരുന്നത്. അപ്പോൾ തേർഡ് ഏതാ? ലാംഡ ഓഫ് NaACl വരുന്നത്. റെഡി. അപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങൾ എഴുതി കഴിഞ്ഞു. ഏത്? എച്ചിൻ്റെയും കിട്ടി, അതുപോലെ തന്നെ ACയുടെയും നമുക്ക് കിട്ടി. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കുന്നത്? എച്ചിൻ്റെയും ACയുടെയും ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കിട്ടി, എച്ചും കിട്ടി, ACയും കിട്ടി. പക്ഷേ നിങ്ങൾ ഈ ഇക്വേഷനിൽ, നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇക്വേഷനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, എച്ചും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ACയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്? NAയും കൂടുതലായിട്ട് വന്നു, CLും അധികമായിട്ട് വന്നു. ശരിയല്ലേടാ മക്കളെ? എടാ, എച്ചും ഉണ്ട്, ACയും ഉണ്ട്. കൂടുതലായിട്ട് ഏതൊക്കെയോ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? NAയും വന്നിട്ടുണ്ട്, CLും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? NAനെയും CLനെയും എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്ത് കളയേണ്ടി വരും. ശരിയല്ലേ? റെഡി. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും മൈനസ് ലാംഡ ഓഫ് NaCl. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ എവിടെ വേണമെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ട് വരും. സോ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. സോ എച്ചും കിട്ടി, ACയും കിട്ടി. അപ്പോൾ എച്ചും ACയും നമ്മൾ എഴുതി കഴിഞ്ഞ സമയത്ത് NAയും CLും അധികമായിട്ട് വന്നു. അപ്പോൾ അധികമായിട്ട് വന്ന NAനെയും CLനെയും എന്ത് ചെയ്യണം? നമുക്ക് മൈനസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് NaClൻ്റെ സംഭവം, ആ ഒരു ലാംഡ വാല്യൂ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ലാംഡ ഓഫ് NaCl നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് HACയുടെ കറക്റ്റ് വാല്യൂ കിട്ടും. റെഡി. ഇതെൻ്റെ കൂടെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ HClൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 425.9 ആണ്. അതുപോലെ NaACയുടെ വാല്യൂ നിങ്ങൾക്കറിയാം 91 ആണ്. ഇനി അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യേണ്ടി വരും? 126.4 മൈനസ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ വാല്യൂസ് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. റെഡി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, പലർക്കും ഈ ഒരു ഉത്തരം കാണാപ്പാടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സോ 390.5 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. യൂണിറ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക മക്കളെ. തീരെ പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് യൂണിറ്റ് നോക്കുക. സീമെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ഓക്കെ, സീമെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ എവരി വൺ. ഈ 2 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. കോളറേഷ്യസ് ലോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററീനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എന്ത് ചെയ്യുക? ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. കൃത്യമായിട്ട് മോഡൽ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കെമിസ്ട്രിക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത്രയും ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ബൈ.